ഫുഡി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഭയങ്കര സിമ്പിളായിട്ടുള്ള അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് അടിപൊളി ഒരു മന്തി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കിന്നോട് കൂടിയിട്ടുള്ള 1 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈർപ്പൊക്കെ നമുക്കൊന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ ചിക്കനകത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ മല്ലിയില പുതിനയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പട്ടയും ഗ്രാമ്പും അതുപോലെ തന്നെ ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ അറബിക് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ക്യൂബ് മാഗി മസാല ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിതാ ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് ഒരു 1/4 പരുവത്തിൽ വെന്ത് പാകമാകുമ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നില്ല, ഒരു 1/4 പരുവത്തിലാണ് ഇത് കുക്ക് ചെയ്ത് മാറ്റുന്നത്. നമുക്ക് അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് റൈസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് സോട്ടായിട്ട് വരുമ്പം നമ്മൾ കുറച്ച് മുന്നേ ഒരു ക്യാപ്സിക്കത്തിന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാപ്സിക്കം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തക്കാളി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് റൈസിനകത്ത് ആ ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഈ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ അറബിക് മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില പുതിനയില കൂടെ അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് സോട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് കഴുകി ഊറ്റി വെച്ചേക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വറ്റിച്ചാണ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ഈ റൈസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അതേ പരുവത്തിൽ തന്നെ റൈസ് ആവുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഈ വെള്ളത്തിൻ്റെ അതേ പരുവത്തിൽ തന്നെ റൈസ് ആകുമ്പോഴത്തേനും നമുക്കതാ നമ്മൾ 1/4 ഭാഗം വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനോട് നമുക്കിതിനകത്ത് വെച്ച് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബാക്കിയുള്ള മസാലയുണ്ട്, ആ മസാലയും നമുക്കത് ചിക്കൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 10-15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും നമ്മൾ റൈസും ചിക്കനും എല്ലാം സെറ്റായി നല്ലൊരു മണമൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ നമുക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് മന്തി സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.